സമയവും ദൂരവും എന്നുള്ള ടോപ്പിക്കിലെ ജലയാത്ര ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സമയവും ദൂരവും എന്ന ടോപ്പിക്കിലെ ജലയാത്രയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ നമുക്ക് ചെറുതായി ഒന്ന് ആലോചിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സമയവും ദൂരവും എന്ന ടോപ്പിക്കിലെ ജലയാത്രയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും എന്തായിരിക്കും, പൊതുവെ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു തോണിയിലൊക്കെ സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? വെള്ളത്തിൽ കൂടെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് പോകാമെന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടാവും. അപ്പം നമ്മളിപ്പം വിചാരിക്കുക ഒരു പുഴയിലാണ് എന്ന് വിചാരിക്കുക. ഒരു പുഴയിലാണ് നമ്മൾ ഒരു തോണി തുഴയുന്ന അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ പുഴയുടെ ഒഴുക്കിനനുസരിച്ചാണ് നീങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ആ വേഗത കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത ഉണ്ടാവും, അല്ലെങ്കിൽ ആ തോണിയുടെ അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ വേഗതയും ഉണ്ടാവും. ഒഴുക്കിനെതിരെയാണെങ്കിലോ, ഒഴുക്കിനെതിരെ ആ വെള്ളം അവിടെ നിന്ന് മേലെ നിന്ന് താഴേക്ക് ഒഴുകുന്നുണ്ടാവും, ബോട്ടാണെങ്കിൽ മേലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ വേഗതയ്ക്കൊരു കുറവുണ്ടാവും. ഇനി ഇത് രണ്ടിനും പകരം ഒരു നിശ്ചല ജലത്തിലാണ് ഇത്. ഇപ്പം പുഴയൊന്നുമല്ല, ഒഴുകുന്നില്ല, ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു തടാകത്തിലോ ഒക്കെയാണ് നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ നമുക്ക് ആ ബോട്ടിന് എത്രയാണോ വേഗത, ആ വേഗത അതേപോലെ കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഈ ബോട്ടിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, നമുക്കെന്നാൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 4 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എന്ത്? നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞു, അതായത് ഒഴുക്കിന് അനുകൂലം, അതായത് എങ്ങോട്ടാണ് പുഴ ഒഴുകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് ബോട്ട് നീങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി പുഴയുടെ കൂടി വേഗത അതിനുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇതും അതേമാതിരിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 4 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ബോട്ടിൻ്റെ വേഗത നിശ്ചല ജലത്തിൽ എത്ര തന്നിട്ടുണ്ട്? 10 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഒഴുക്കിൻ്റെ വേഗതയോ 4 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 4 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? ഒഴുക്കിൻ്റെ വേഗതയും വരും, ബോട്ടിൻ്റെ വേഗതയും വരും. അപ്പം 10 + 4 14 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 14 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ആൻസർ. അപ്പം ഓപ്ഷൻ ബി 14 കിലോമീറ്ററാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇത്രേ ആലോചിക്കേണ്ടതുള്ളൂ. വെള്ളത്തിന് അനുകൂലമായിട്ടാണ് ബോട്ട് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വേഗത പ്ലസ് ബോട്ടിൻ്റെ വേഗത. ഇനിയിപ്പോൾ വെള്ളത്തിന് അനുകൂലമല്ല, പ്രതികൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ വേഗത മൈനസ് വെള്ളത്തിൻ്റെ വേഗത. അത്ര മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 7 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 3 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എന്ത്? നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 7 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 3 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത. നമ്മൾ മുമ്പേ പറഞ്ഞു, ഒഴുക്കിന് അനുകൂലമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബോട്ടിൻ്റെ വേഗത പ്ലസ് നിശ്ചല ജലത്തിൻ്റെ വേഗത. അപ്പം 7 + 3 അപ്പോൾ എത്ര വരും? 10 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 10 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ 10 കിലോമീറ്റർ പെർ അവർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 15 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 5 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് എതിരെ ബോട്ടിൻ്റെ വേഗത എന്തെന്ന്? ഇവിടെ എന്താണ്? നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 15 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 5 കിലോമീറ്ററാണ്. അപ്പം ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞു, അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, പ്രതികൂലമായിട്ടാണ് അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോട്ടിൻ്റെ വേഗത എത്രയാണ്? 15 കിലോമീറ്റർ പെർ അവർ ആണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയോ 5 കിലോമീറ്റർ ആണ്. അപ്പോൾ 15 - 5 10 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗത 10 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി 10 കിലോമീറ്റർ പെർ അവർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 8 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 2 കിലോമീറ്ററും ആയാൽ ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗതയാണ് ചോദിച്ചിട്ടുള്ളത്. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 2 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം മണിക്കൂറിൽ 2 കിലോമീറ്ററും ആയാൽ ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗത. ഇവിടെ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്രയാണ്? 8 കിലോമീറ്റർ പെർ അവർ ആണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയോ 2 കിലോമീറ്റർ പെർ അവറും.
അങ്ങനെയാണെങ്കിൽ 8ൽ നിന്ന് 2 കുറച്ചിട്ടുണ്ടെങ്കിൽ 6 km/h ആയിരിക്കും എന്ത് ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗത. 6 km/h. ഓപ്ഷൻ എ 6 km/h ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 16 km വേഗത്തിലും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 4 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 16 കിലോമീറ്ററും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 4 കിലോമീറ്ററും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗതയാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത 16 കിലോമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. 16 km/h പ്ലസ് ഒഴുക്കിനെതിരായ മണിക്കൂറിൽ എത്രയാണ് 4 km/h. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 16 + 4 20/2 = 10 km/h എന്ന് കിട്ടും. ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x + y/2 എന്നാണ്. ഒഴുക്കിന് അനുകൂലമാകുമ്പോഴത്തേക്ക് എന്ത് വരും? ബോട്ടിൻ്റെ വേഗത. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ബോട്ടിന് ഇതിന് അനുകൂലമായിട്ടുള്ള വേഗത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ വേഗത എ എന്നും നിശ്ചല ജലത്തിൻ്റെ വേഗത ബി എന്നും എടുക്കുകയാണെങ്കിൽ അനുകൂലമായിട്ടെന്ന് പറയുമ്പം a + b എന്ന് വരും. ഇനിയിപ്പം പ്രതികൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ y എന്ന് എടുക്കുകയാണെങ്കിൽ a - b എന്ന് വരും. അതായത് ബോട്ടിൻ്റെ വേഗത മൈനസ് നിശ്ചല ജലത്തിൻ്റെ വേഗത a - b എന്ന് വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? a + b + a - b. അപ്പം 2a എന്ന് വരും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം a എന്താന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഈ ഇക്വേഷൻ ഇതിൽ നിന്നാണ് വന്നത്. അപ്പം x + y/2 എന്നുള്ള ഇക്വേഷൻ ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇത്രേ ചെയ്യേണ്ടൂ. നിശ്ചല ജലത്തിൽ അയാളുടെ വേഗതയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഴുക്കിന് അനുകൂലമായിട്ട് അയാളുടെ വേഗത പ്ലസ് ഒഴുക്കിന് പ്രതികൂലമായിട്ട് അയാളുടെ വേഗത, ഇത് രണ്ടും കൂടി കൂട്ടുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ 10 km/h ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 12 km വേഗത്തിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എന്ത്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ആ സംഖ്യകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം എന്താണ്? ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 12 km വേഗത്തിലും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 8 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗതയാണ് ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അയാളുടെ വേഗത, നിശ്ചല ജലത്തിൻ്റെ അല്ല, നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. 12 + 8/2 20/2. അപ്പം 10 km/h. ഓപ്ഷൻ ബി 10 km/h ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 30 km വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 4 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്നാണ്. ഇത്ര നേരം എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഒഴുക്ക് വെള്ളത്തിൽ അയാളുടെ വേഗത അല്ലെങ്കിൽ ബോട്ടിൻ്റെ വേഗത, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ പ്രാവശ്യം നേരെ തിരിച്ചാണ്, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുമ്പേ നമ്മൾ എന്താ ചെയ്ത്? അത് രണ്ടും കൂടി ആഡ് ചെയ്ത് x + y/2 എന്നായിരുന്നു. ഇനി നേരെ തിരിച്ച് x - y/2 എന്നുള്ളതാണ് ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 km, അതായത് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളതാണ് x ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 30 4/2. അപ്പം 26/2 = 13 km/h എന്ന് വരും. 13 km/h. ഓപ്ഷൻ സി 13 km/h ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയാണ് ചോദിക്കുന്നതെങ്കിൽ x - y/2. ഇനിയല്ല അയാളുടെ അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ വേഗതയൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ x + y/2. ഓക്കെ, നിങ്ങൾക്ക് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PSCക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരുന്നത്. ഓക്കെ, ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 15 km വേഗത്തിലും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 5 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഒന്ന് നോക്കാം നമുക്ക്. അപ്പം ഒഴുക്കിന് അനുകൂലമായി 15 km, ഒഴുക്കിനെതിരായിട്ട് എത്രയാണ്? 5 km വേഗത്തിൽ.
അപ്പോൾ 15 - 5/2 ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 km/h. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്രയാണ്? 5 km/h. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 5 km/h. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 20 km സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത മണിക്കൂറിൽ 5 km ആണ്. എങ്കിൽ ഒഴുക്കിനെതിരായി അയാളുടെ വേഗത എത്രയെന്നാണ് ചോദിക്കുന്നത്. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 20 km സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒഴുക്കിന് അനുകൂലമായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അതിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു a+b. അതായത് എ എന്ന് പറയുന്നത് ആ ബോട്ടിൻ്റെ വേഗത, ബോട്ടിൻ്റെ വേഗത പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത. അതിനെയാണെന്ന് നമുക്ക് എന്തെന്ന് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു a+b എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത തന്നിട്ടുണ്ട്. എത്രയാണ്? മണിക്കൂറിൽ 5 km ആണ്. മണിക്കൂറിൽ 5 km ആണ്. അപ്പം 20 ഈക്വൽ ടു a+5 എന്ന് എഴുതിക്കൂടെ. ബി എന്ന് പറയുന്നത് എന്താണ്, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയാണ്. അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ a+5 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 - 5 ഈക്വൽ ടു 15 km/h എന്ന് കിട്ടും. 15 km/h എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒഴുക്കിന് അനുകൂലമായിട്ട് എന്ത് സഞ്ചരിക്കുന്നു? ഒരാൾ സഞ്ചരിക്കുന്നു. അയാളുടെ വേഗത എത്രയാണ്? 15 km/h എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ ഒഴുക്കിനെതിരായ അയാളുടെ വേഗത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴുക്കിനെതിരെ എന്ന് പറയുമ്പം ഇയാളുടെ ഇപ്പം കിട്ടിയ വേഗത മൈനസ് എന്ത് ചെയ്യണം? ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം. ഒഴുക്കിൻ്റെ വേഗത എത്രയാണ്? 5. അപ്പോൾ 15 - 5 അപ്പം 10 km/h എന്ന് വരും. 10 km/h. ഓപ്ഷൻ സി 10 km/h ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 10 km/h. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിൻ്റെ വേഗം 13 km ആണ്. ഒഴുക്കിൻ്റെ വേഗം 2.5 km ആയാൽ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗം എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ പോലത്തെ ഒരു സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത് ഇപ്പം എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ a+b എന്ന് നമുക്കിടാം. എ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ വേഗതയും ബി എന്ന് പറയുന്നത് ആ ഒഴുകുന്ന ജലത്തിൻ്റെ വേഗതയും. ഓക്കെ. അപ്പോൾ 13 ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഒഴുക്കിൻ്റെ വേഗം 2.5 തന്നിട്ടുണ്ട്. a+2.5. അപ്പോൾ എ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 13 - 2.5 10.5 എന്ന് കിട്ടും. 10.5 km/h എന്ന് കിട്ടും. km/h. അപ്പോൾ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ വേഗത എത്രയാണ്? 10.5 km/h. 10.5 km/h. ബോട്ടിൻ്റെ വേഗത എത്രയാണ്? 10.5 km/h. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എന്നാൽ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗമാണ് ചോദിച്ചിട്ടുള്ളത്. ബോട്ടിൻ്റെ വേഗത കിട്ടി. അപ്പോൾ ഒഴുക്കിനെതിരെ എന്ന് പറയുമ്പം ബോട്ടിൻ്റെ വേഗത 10.5 - 2.5 അതായത് ഒഴുക്കിൻ്റെ വേഗത എത്രയാണ്? 2.5 കുറച്ചിട്ടുണ്ടെങ്കിൽ 8 km/h എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 8 km/h. ഓപ്ഷൻ ബി 8 km/h ആണ് റൈറ്റ് ആൻസർ. ഇനി നമ്മൾ ഇത്രയും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൻ്റെ വേഗം 13 km തന്നിട്ടുണ്ടെങ്കിൽ ഒഴുക്കിൻ്റെ വേഗം 2.5 km എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗമാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യമേ ബോട്ടിൻ്റെ വേഗത എഴുതുക. ബോട്ടിൻ്റെ വേഗത മൈനസ് 2 × ഒഴുക്കിൻ്റെ വേഗത. 2 × ഒഴുക്കിൻ്റെ വേഗത. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത് മൈനസ് 2 × ഒഴുക്കിൻ്റെ വേഗത. അപ്പം 13 - 2 × 2.5 അപ്പോൾ എത്ര വരും? 13 - 5 ഈക്വൽ ടു 8 എന്ന് വരും. 8 km/h എന്ന് വരും. 8 km/h. ഇതാണ് ആൻസർ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ബോട്ടിൻ്റെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ പോലും PSC അങ്ങനെ എപ്പോഴും ചോദിച്ച് കാണുന്നില്ല. റെയറായിട്ടുള്ള ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെയാണ് PSC ഇത് വരുന്നത്. എന്നിരുന്നാലും നമുക്ക് ഒരു മാർക്ക് നഷ്ടമാവാൻ നമ്മളൊരു ചാൻസ് കൊടുക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.